ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കണം. വായിക്കാൻ തുടങ്ങിയ നിങ്ങൾ ഓരോ ബുക്കും, ഓരോ ബൈബിളിൽ ഓരോ ബുക്കും വായിച്ച് കടന്നു പോകുമ്പോൾ ഓരോരോ ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങും. കാരണം നിങ്ങൾ ദൈവത്തെ ആദരിക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങും, കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുകയാണ്, വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ദൈവവചനം വായിച്ച് കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുമ്പോൾ വചനം വായിച്ചാൽ മതി, വചനം ഉണ്ടായാൽ മതി, കർത്താവ് നമ്മളോട് സംസാരിക്കും. കാരണം ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്നെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈ പുത്രനിലൂടെയാണെങ്കിൽ, യേശുക്രിസ്തുവിലൂടെയാണെങ്കിൽ അത് വചനം മാംസമായി മാറിയതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നും ദൈവമാരെന്നും നമുക്കായി പൂർണ്ണമായും വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവിലൂടെയാണെങ്കിൽ അത് വചനം മാംസമായതാണ്. ഹല്ലേലൂയ. അപ്പോ വചനം മാംസമായതാണ് ക്രിസ്തു. ആ വചനത്തിന്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോ, വചനത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിറയുമ്പോ, കർത്താവിന്റെ സാന്നിധ്യം നമ്മളിൽ നിറയുന്നു. ദൈവാലോചന കർത്താവ് നമുക്ക് തരും, കർത്താവ് നമ്മളോട് സംസാരിക്കും. വചനം നിരന്തരം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിന് ദൈവാലോചന കൃത്യസമയത്ത് കർത്താവ് തരും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ 30:21 വചനം പറയുന്ന പോലെ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇപ്പൊ നമ്മളോട് കർത്താവ് സംസാരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടാൻ നമ്മൾ ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവവചനത്തിനും വില കൊടുക്കുന്നവരായിട്ട് മാറണം. നിലനിൽക്കുന്ന ഒരു സ്നേഹം എൻ്റെ കർത്താവിനോട് എനിക്കുണ്ടാകണം. നിലനിൽക്കുന്ന ഒരു സ്നേഹം. നിങ്ങൾ വായിക്കാൻ തുടങ്ങിക്കോ, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിക്കോ. ഞാൻ ഇങ്ങനെ ഓരോ പുസ്തകം വായിച്ച് തീരുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരു സംശയമില്ല. കാരണം നിങ്ങൾ ദൈവത്തെ മാനിക്കുക, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിനെ മാനിച്ചും കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഒരു സംശയവും വേണ്ട. വചനം മാംസമായി ലോകത്തിലേക്ക് വന്നെങ്കിൽ നമ്മളിലും വചനം മാംസമായിട്ട് വരട്ടെ. വചനം മാംസമായിട്ട് വരട്ടെ. അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ വചനം വായിക്കണം. വചനം വായിക്കണം. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ചുമ്മാ ഇരുന്ന് വചനം വായിക്കുക. മൊബൈലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ബൈബിള്. ദൂരെ സമയം നമ്മൾ വെറുതെ കളഞ്ഞിട്ട് വചനം വായിക്കുക. ചുമ്മാ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമുണ്ടല്ലോ ഈ വചനം നമ്മെ വായിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊരു അഭിഷേകമായിട്ട് മാറും. നമ്മൾ പറയണം, അച്ഛാ ഞാൻ എത്ര വായിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ബൈഹാർട്ട് ചെയ്യാൻ പറ്റും, ചില ഒന്നും തലയ്ക്ക് തിരിക്കുന്നില്ലെന്നാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുമെന്ന് പറഞ്ഞ് ഒന്നും മറന്നു പോവുകയല്ല. ഇതൊരു അനോയിന്റിങ് ആണ്, ഇതൊരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്യുമ്പോൾ ഇതൊരു അഭിഷേകമാണ്, മറന്നു പോവുകയല്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനത്തിന് വില കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് മനസ്സിലാകുമ്പോൾ ദൈവം നിന്നെ വചനത്തിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണ് കർത്താവ് വചനത്തിന് അഭിഷേകം നൽകുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ അറിയാവുന്നവർക്കറിയാം. അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങളുടെ കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോകാൻ വഴിയുണ്ട്. കാരണം ഓരോ പുസ്തകത്തിലും അച്ഛൻ 10, 600, 700 വചനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം അച്ഛന് കാണാതെ അറിയാവുന്നതാണ്. എനിക്കും ഈ ബൈബിളിലെ എല്ലാ വചനങ്ങളും തന്നെ ഒരുമാരുള്ള എല്ലാം അച്ഛന് കാര്യച്ചനെ കാണാതെ അറിയാം. കാരണം ഒരു അഭിഷേകമാണ്. നമുക്ക് ബുദ്ധി കൊണ്ട് ഓർത്തിരിക്കാൻ പറ്റുന്നല്ല. ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര വചനം വേണം, അത് കാണാതെ അച്ഛൻ ഇങ്ങനെ പെരുമഴ പോലെ പറയും. ഇവിടെ അച്ഛൻ അതിനകത്തൊരു പുസ്തകം, വചനാഭിഷേക പ്രാർത്ഥനകൾ എന്നൊരു പുസ്തകമുണ്ട്. വചനം വെച്ച് തന്നെ അച്ഛൻ എഴുതിയിരിക്കുന്ന 41 പ്രാർത്ഥനകളാണ്. വചനം, ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനം മാത്രമേ ഉള്ളൂ. വചനം വെച്ച് അത്തരം പ്രാർത്ഥനകൾ എഴുതണമെങ്കിൽ എത്രമാത്രം വചനം അറിയണം. ഇത് കാണാതെ പഠിച്ചോണല്ല. ഒരു ധ്യാനത്തിന് പോയി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ വലിയ സൗഖ്യം ഇതൊന്നും കിട്ടി. അച്ഛൻ നോക്കിയാൽ അച്ഛനൊന്നും കിട്ടിയില്ല. അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് വലിയ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടുമാണ് അച്ഛൻ കാരിസ്മയിലേക്ക് വരുന്നത്. ആദ്യകാലങ്ങളിൽ അച്ഛൻ അപ്പോയിന്റ് ചെയ്ത സമയത്ത്. പക്ഷെ അച്ഛൻ തിരിച്ചു വന്നു.
തിരിച്ചു വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അച്ഛന് മനസ്സിലായി, അച്ഛന് കിട്ടിയ അഭിഷേകം എന്ന് പറയുന്നത് വചനത്തിന്റെ അഭിഷേകമാണ്. അച്ഛൻ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം ഒരു പ്രാവശ്യം ചുമ്മാ ബസ്സിൽ ഇരിക്കുമ്പോൾ വായിച്ച് കടന്നു പോയാൽ അച്ഛനറിയാം, അച്ഛൻ ക്യാരിസ് ഭവനിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഈ വചനം അതുപോലെ തന്നെ അച്ഛൻ്റെ മനസ്സിൽ കിടക്കുക, ഒട്ടും മറന്നു പോകാതെ. പിന്നെ ബൈബിൾ തുറന്ന് വായിക്കുന്നതൊക്കെ ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. വായിക്കുമ്പോൾ തന്നെ നമ്മൾ സ്കാൻ ചെയ്തതുപോലെ സിസ്റ്റത്തിൽ വരികയാണ്. ഹല്ലേലൂയ. ഇതാണ് അഭിഷേകം. അത് മനുഷ്യന്റെ ബുദ്ധിയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയല്ല, മനുഷ്യന്റെ ആലോചനയല്ല, അതിനപ്പുറമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരുവനിൽ വെളിപ്പെടുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വലിയ സ്ട്രെയിൻ ഒന്നുമില്ല, കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതകളൊന്നുമില്ല, ഒന്നും ഭാരമല്ല. സ്നേഹിക്കുന്നത് ഭാരമല്ല, ക്ഷമിക്കുന്നത് ഭാരമല്ല, സ്നേഹിക്കുന്നത് ഭാരമല്ല, വിശുദ്ധ ജീവൻ നയിക്കുന്നത് ഒന്നും ഒരു ഭാരമല്ലെന്നേ. ചിലർക്ക് ഇതൊക്കെ ഭാരമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറയും. ഇതൊന്നും ഭാരമല്ലാതായിട്ട് മാറും, എളുപ്പമായിട്ട് മാറും. നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളെ, പരിശുദ്ധാത്മാവിനുള്ള ഒരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഉപരി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് ഉന്നതത്തിലുള്ളവയ്ക്ക് വേണ്ടി കൂടി ലക്ഷ്യം വെക്കണം. ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ മാറരുത്. എനിക്ക് കർത്താവിൻ്റെ സ്നേഹം അറിയണം, ഇതൊരു ലക്ഷ്യമാകട്ടെ. എനിക്ക് എൻ്റെ ഈശോയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റണം. എനിക്ക് ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണാൻ പറ്റണം. എനിക്ക് വിശുദ്ധ കുർബാനയിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അനുഭവിക്കാൻ പറ്റണം. എനിക്ക് വചനത്തിൻ്റെ അഭിഷേകം വേണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ വേണം, ആത്മാവിൻ്റെ ദാനങ്ങൾ വേണം. എനിക്ക് വചനത്തോടൊരു താല്പര്യം. അങ്ങനെ ഉന്നതത്തിലുള്ളവയെ ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം. അത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം.